ഒരു കണ്ടിന്യൂസ് വേരിയബിളും ഡിസ്ക്രീറ്റ് വേരിയബിളും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഒരു കണ്ടിന്യൂസ് വേരിയബിളിനെ നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ട് വേരിയബിൾസ് ഉണ്ടെങ്കിൽ, രണ്ട് വാല്യൂസ് ആ വേരിയബിളിലുണ്ടെങ്കിൽ അത് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ രണ്ട് വാല്യൂസും തമ്മിൽ എന്തെങ്കിലും ഒരു രീതിയിൽ കണക്റ്റഡ് ആയിരിക്കും. ഡിസ്ക്രീറ്റ് വേരിയബിളിനെ നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യണമെങ്കിൽ ആ ഡിസ്ക്രീറ്റ് വേരിയബിൾസിൻ്റെ പല പോയിൻറ്റ്സും അൺകണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഒരു രീതിയിലും ആ പോയിൻറ്റ്സ് തമ്മിൽ കണക്റ്റഡ് ആയിരിക്കില്ല. ഇപ്പോൾ ഗ്രാഫിക്കലി അങ്ങനെയാണ് ഡിസ്ക്രീറ്റിനെയും കണ്ടിന്യൂസിനെയും പ്ലോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വേരിയബിൾസ് എന്താണെന്ന് നോക്കി, ഡിസ്ക്രീറ്റ് കണ്ടിന്യൂസ് വേരിയബിളിനെ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്താൽ എന്ത് കിട്ടും എന്നുള്ളത് നോക്കി. ഇനി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് രണ്ട് തരത്തിലുണ്ട് എന്നുള്ളത് ആദ്യം പറഞ്ഞു. ഒന്ന് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും പിന്നൊന്ന് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും. അപ്പോൾ ഈ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ നമ്മുടെ എക്സാമ്പിളിൽ കാണിച്ചത്. ഇപ്പോൾ രണ്ട് വാല്യൂസിൻ്റെ ഇടയ്ക്ക് എത്ര ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വാല്യൂസ് വരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇത് തമ്മിൽ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസും അത് തന്നെയാണ്. ഇപ്പോൾ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിനകത്ത് എപ്പോഴും നമ്മളൊരു റേഞ്ച് ഓഫ് വാല്യൂസാണ് കൊടുക്കാറ്. അതായത് ക്ലാസ്സസ് നേരത്തെ പറഞ്ഞ പോലെ 0 to 10, 10 to 20, അത് റേഞ്ച് ഓഫ് വാല്യൂസാണ്. അതിനകത്ത് ഏത് വാല്യൂ വേണമെങ്കിലും ആ പർട്ടിക്കുലർ വേരിയബിളിന് അസ്യൂം ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് റേഞ്ച് ഓഫ് വാല്യൂസ് നമ്മൾ കൊടുക്കുകയാണ്. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ക്ലാസ്സിന് പകരം ഒരു ഒറ്റ വേരിയബിൾ, ഒരു വേരിയബിൾ ഇസ് ഈക്വൽ ടു വൺ ക്ലാസ്. അതാണ് ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ്. നമ്മളൊരു ക്ലാസ് ആയിട്ട് കണ്ടിന്യൂസ് വേരിയബിളിൽ കൊടുക്കും, നേരെ മറിച്ച് ഒരു സിംഗിൾ വാല്യൂ വേരിയബിളിന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് ഡിസ്ക്രീറ്റ് ആണ്. എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ബോർഡ് അഴിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നമുക്ക് എലാബറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇനി ഒരു കണ്ടിന്യൂസ് ക്ലാസ് റോ ഡേറ്റയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ബേസിക്കലി നിങ്ങൾ നോക്കുന്നത്, നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു വലിയ ഡേറ്റാ സെറ്റ് ഉണ്ടെങ്കിൽ ആ ഡേറ്റാ സെറ്റിലെ ഏറ്റവും ചെറിയ വാല്യൂവും ഏറ്റവും വലിയ വാല്യൂവും ആദ്യം കണ്ടുപിടിക്കുക. ഇപ്പോൾ 1 മുതൽ 100 വരെയുള്ള ഡേറ്റയാണ് എൻ്റെ കയ്യിലുള്ളതെന്ന് വിചാരിക്കാം, നമ്പേഴ്സ്. അപ്പോൾ അതിനെ ഞാൻ അറേഞ്ച് ചെയ്യണമെങ്കിൽ എൻ്റെ ലോവസ്റ്റ് വാല്യൂ 1ഉം ഹയസ്റ്റ് വാല്യൂ 100ഉമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ക്ലാസ്സിനെ നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക. 1 to 10 വരെ ഒരു ക്ലാസ് ആക്കണോ, 1 to 20 വരെ ഒരു ക്ലാസ് ആക്കണോ, 1 to 30 വരെ ഒരു ക്ലാസ് ആക്കണോ, അത് നിങ്ങളുടെ ഇഷ്ടം. ക്ലാസ് ഇൻ്റർവെൽസും അതിനനുസരിച്ച് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ 1 to 10, 10 to 20, 20 to 30, 30 to 40, അങ്ങനെ വേണമെങ്കിൽ എനിക്ക് ക്ലാസ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ 1 to 20, 20 to 40, 40 to 60, 60 to 80, 80 to 100. അപ്പോൾ ക്ലാസ് ഡിസൈഡ് ചെയ്യുക. ക്ലാസ് ഡിസൈഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷനിൽ ഫ്രീക്വൻസീസ്, അതായത് എത്ര വാല്യൂസ് ഒരു പർട്ടിക്കുലർ ക്ലാസ്സിനകത്ത് വരുന്നു എന്നുള്ളത് നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാം. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്താണ് ആദ്യം ചെയ്യേണ്ടത്? നിങ്ങൾ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യുക. 1ഉം 100ഉം ആണ് നമ്മുടെ കേസിൽ. ക്ലാസ്സസ് ഡിസൈഡ് ചെയ്യുക, ഫ്രീക്വൻസീസ് അതിനകത്ത് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, അവിടെ ക്ലാസ് ഇല്ല, വേരിയബിളിന് ഒരൊറ്റ വാല്യൂ കാണുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഇപ്പോൾ 1 to 100 വരെയുള്ള വാല്യൂസിനകത്ത് റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് വാല്യൂസ് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ 1 എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു വേരിയബിളാണ്, വിച്ച് ഇസ് ഓൾസോ ഈക്വൽ ടു ദ ക്ലാസ് ദാറ്റ് യു ഹാഡ് ഇൻ യുവർ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ 1 എന്ന് പറയുന്ന വാല്യൂ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നു, അപ്പോൾ അതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് ടാലി മാർക്സ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതൊരു എക്സാമ്പിൾ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ 1 10 പ്രാവശ്യം വരികയാണെങ്കിൽ നിങ്ങൾ 10 ടാലി ഇടും. 10 ടാലി ഇട്ടതിന് ശേഷം ഫ്രീക്വൻസി 10 ആണെന്ന് നിങ്ങൾ കൗണ്ട് ചെയ്യും. അപ്പോൾ ഓരോ വാല്യൂവും ഓരോ വേരിയബിളും എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ട് അതിനെ വച്ചിട്ട് നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. ഒന്ന് കണ്ടിന്യൂസും ഒന്ന് ഡിസ്ക്രീറ്റും. കണ്ടിന്യൂസിലാണെങ്കിൽ എപ്പോഴും ക്ലാസ് ആണ് അതിൻ്റെ ഡിഫൈനിങ് ആയിട്ടുള്ള ഫീച്ചർ. ഡിസ്ക്രീറ്റിലാണെങ്കിൽ ക്ലാസ്സിന് പകരം ഒരൊറ്റ വാല്യൂ, ഒരു വേരിയബിൾ, അത് മാത്രമേ കാണുള്ളൂ. ഇനി കണ്ടിന്യൂസിലെ മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾ മാക്സിമം മിനിമം ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക, ഇഷ്ടമുള്ള രീതിയിൽ ക്ലാസ്സസ് സ്ട്രക്ചർ ചെയ്യുക. ക്ലാസ് ഇൻ്റർവെല്ലിൽ 10 or 20 എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. എന്നിട്ട് ഫ്രീക്വൻസീസ് നിങ്ങൾ അതിനനുസരിച്ച് എഴുതുക. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ഓരോ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ ടാലി മാർക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് എത്ര പ്രാവശ്യം ആ വാല്യൂ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി. എന്നിട്ട് ആ ടാലി മാർക്സ് നിങ്ങൾ നിങ്ങളുടെ ഫ്രീക്വൻസി ആക്കി മാറ്റുക. അപ്പോൾ കണ്ടിന്യൂസും ഡിസ്ക്രീറ്റും വേരിയബിൾസ് എന്താണെന്നുള്ളത് നോക്കി. ഒന്ന് മെഷറബിൾ ആണ്, ഒന്ന് കൗണ്ടബിൾ ആണ്. അതിനുള്ള എക്സാമ്പിൾസ് നമ്മൾ നോക്കി. എക്സാമ്പിൾ പറഞ്ഞാൽ ടെമ്പറേച്ചർ കണ്ടിന്യൂസ് ആണ്, നമ്പർ ഓഫ് ബുക്സ് ഇൻ ദ ലൈബ്രറി കൗണ്ടബിൾ ആയതുകൊണ്ട് തന്നെ അത് ഡിസ്ക്രീറ്റ് ആണ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഗ്രാഫിൽ അതിനെ എങ്ങനെ പ്ലോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കി.
കണ്ടിന്യൂസ് ആണെങ്കിൽ ആ രണ്ട് വേരിയബിൾസ് തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ അത് കണക്റ്റഡ് ആയിരിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് കണ്ടിന്യൂസ് ആണെന്നും ഒന്ന് ഡിസ്ക്രീറ്റ് ആണെന്നും പറഞ്ഞു. അപ്പം എങ്ങനെയാണത് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും നമ്മൾ നോക്കി. ബാക്കി നിങ്ങൾക്ക് ബോർഡ് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അതൊക്കെ പ്രോബ്ലംസിലോട്ടും പോകാം.